എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായമാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായം കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അധ്യായമാണ്. പ്രകൃതി, രോഗം, ദുഷ്ടാത്മശക്തികൾ എന്നിവയുടെ മേലുള്ള അവൻ്റെ അധികാരത്തെക്കുറിച്ചാണ് ഈ അധ്യായം ഊന്നി പറയുന്നത്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തു മലയിൽ നിന്ന് തൻ്റെ പ്രഭാഷണങ്ങൾക്ക് ശേഷം ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു സമൂഹം അവനെ പിന്തുടരുന്നു എന്നും ആ സമയത്ത് ഒരു കുഷ്ഠരോഗി വന്ന് അവനെ ആരാധിച്ചുകൊണ്ട്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറയുന്നതും നാം വായിക്കുന്നു. കർത്താവ് തൻ്റെ തൃക്കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠരോഗം മാറി, അവൻ ശുദ്ധമായി എന്ന് നാം വായിക്കുന്നു. യേശുക്രിസ്തു അവനോട് ആരോടും പറയരുതെന്നും ജനത്തിന് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശെ കൽപ്പിച്ച വഴിപാട് കഴിക്കണമെന്നും കൽപ്പിക്കുന്നതായി കാണാം. ക്രിസ്തു താൻ സൗഖ്യമാക്കിയ കുഷ്ഠരോഗിയോട് അവൻ ശുദ്ധമായ ശേഷം മറ്റാരോടും സംസാരിക്കും മുമ്പ് നേരിട്ട് യെരുശലേമിലേക്ക് ചെന്ന് ദൈവാലയത്തിന് പുറത്തു വെച്ച് പുരോഹിതന്മാരിൽ ഒരാളുടെ മുമ്പാകെ ഹാജരാകുവാൻ പറയുന്നതാണ് നാം ഇവിടെ വായിക്കുന്നത്. കർത്താവ് അങ്ങനെ പറയാൻ കാരണം, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം സംബന്ധിച്ച് മോശയുടെ ന്യായപ്രമാണപ്രകാരം അങ്ങനെ ഒരു പരിശോധനയും തുടർന്ന് പ്രത്യേകിച്ച് ചെയ്യേണ്ടുന്ന വഴിപാടും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ ഉടനീളം നാം വായിക്കുന്നു. കർത്താവിൻ്റെ മരണത്തോടെ മാത്രമേ ദൈവാലയ സംബന്ധമായ പഴയ ആചാരങ്ങൾ നിർത്തലാക്കപ്പെട്ടുള്ളൂ എന്നത് മനസ്സിലാക്കണം. അതുവരെ ക്രിസ്തുവും സ്വയം അനുസരണത്തോടെ ആ നിയമത്തിന് വിധേയനായതുപോലെ അത് പാലിക്കാൻ അവനോട് കൽപ്പിക്കുന്നതായി ഇവിടെ കാണാം. യേശുവിൻ്റെ ദൈവിക അധികാരവും സൗഖ്യമാക്കുവാനുള്ള തൻ്റെ സന്നദ്ധതയും അത്ഭുത ശക്തിയും ഒക്കെ ഈ വാക്യങ്ങളിൽ പ്രകടമാക്കുന്നു. മത്തായി 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു കവർണ്ണഭൂമിയിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ യേശുവിനോട് കഠിനവേദന പിടിപെട്ട് കിടക്കുന്ന തൻ്റെ പ്രിയദാസന്റെ പക്ഷപാതത്തെക്കുറിച്ച് പറയുമ്പോൾ താൻ വന്ന് സൗഖ്യമാക്കും എന്ന് കർത്താവ് പറയുന്നു. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ഭവനത്തിൽ വരാൻ താൻ യോഗ്യനല്ല എന്നും യേശു ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ മതി ഭവനത്തിൽ ആയിരിക്കുന്ന തൻ്റെ ദാസൻ സുഖം പ്രാപിക്കും എന്നും പറയുന്നത് നാം വായിക്കുന്നു. തനിക്ക് അനേക മനുഷ്യരോട് കൽപ്പിക്കുവാൻ അധികാരമുള്ളതുപോലെ താനും അധികാരത്തിന് കീഴുള്ള കേവലം ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് ശതാധിപൻ പറയുന്നു. ഇവിടെ യേശുക്രിസ്തു സർവാധിപനായ ദൈവമാണ് എന്ന് ശതാധിപൻ വിശ്വസിക്കുന്നതായി വ്യക്തമാണ്. ഇതിന് പ്രതികരണമായി യേശുക്രിസ്തു ഇസ്രയേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശതാധിപന്റെ വിശ്വാസം ഉയർത്തി കാട്ടുന്നതും നാം ഇവിടെ വായിക്കുന്നു. ആ നാഴികയിൽ തന്നെ ആ ബാല്യക്കാരന് സൗഖ്യം വന്നു എന്നും നാം വായിക്കുന്നു. 11-12 വാക്യങ്ങളിൽ വിശ്വസിച്ച വിജാതീയനായ ശതാധിപനെ പോലെ ജാതികളായ അനേകർ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും, എന്നാൽ തന്റെ സുവിശേഷം തള്ളിക്കളഞ്ഞ ഇസ്രയേൽ ശിക്ഷിക്കപ്പെടും എന്നും കർത്താവ് പറയുന്നു. ഇത് പുതിയ നിയമസഭയിൽ ജാതികൾക്കുള്ള വലിയ പങ്കാളിത്തം യേശു പ്രവചിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം. സങ്കീർത്തനങ്ങൾ 107:20 അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ യേശു താൻ ഉച്ചരിച്ച വചനത്താൽ തന്നെ സൗഖ്യമാക്കുക വഴി തന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന അടയാളമായി ഈ രോഗസൗഖ്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മത്തായി സുവിശേഷം 8-14-16 വാക്യങ്ങളിൽ തന്റെ ശിഷ്യനായ പത്രോസിന്റെ വീട്ടിൽ വന്നപ്പോൾ രോഗിയായി കിടന്നിരുന്ന അമ്മായിയമ്മയെ സൗഖ്യമാക്കുന്നതും പല പിശാച് ബാധിതരിൽ നിന്ന് ദുരാത്മാക്കളെ പുറത്താക്കി അനേകരെ സൗഖ്യമാക്കി എന്നും നാം വായിക്കുന്നു. ഈ രോഗസൗഖ്യങ്ങൾ ഒക്കെയും സംബന്ധിച്ച് 17-ാം വാക്യത്തിൽ മത്തായി വിവരിക്കുന്നത് അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്നും യെശയ്യാപ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ എന്നാണ്. ഇങ്ങനെ പ്രവചന നിവൃത്തിയായി എന്ന് പരാമർശിക്കപ്പെട്ട വേദഭാഗം യെശയ്യാവ് 53-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. മത്തായി 8-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശു തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കേണ്ടുന്ന വില എന്താണ് എന്ന് പഠിപ്പിക്കുന്നു. അന്ന് ഒരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്ന് യേശുവിനോട്, എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞത്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്നാണ്. ഈ വാക്യം യേശുവിന്റെ ഐഹിക ജീവിതത്തിന്റെ തികഞ്ഞ ലാളിത്യത്തെയും മനുഷ്യാവതാരത്തിൽ താൻ സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് കൈക്കൊണ്ട പരമദാരിദ്ര്യത്തെയും വെളിപ്പെടുത്തുന്നു.
യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയോട് ഭൂമിയിലെ ആഡംബരങ്ങളും സൗകര്യങ്ങളും ഉപേക്ഷിക്കുവാൻ തയ്യാറാകണമെന്നാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ശിഷ്യൻ അവനോട് താൻ അവനെ അനുഗമിക്കും മുമ്പ് തൻ്റെ അപ്പനെ അടക്കം ചെയ്തിട്ട് വരാൻ അനുവാദം ചോദിക്കുന്നു. എന്നാൽ യേശു അവനോട്, നീ എൻ്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറയുന്നത് നാം വായിക്കുന്നു. തന്നെ അനുഗമിക്കുക എന്നത് എല്ലാ ബന്ധങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും മുകളിലാണ് എന്ന് ഇവിടെ കർത്താവ് വ്യക്തമാക്കുകയാണ്. ഇവിടെ മരിച്ചവർ എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും അഥവാ ആത്മീകമായി മരിച്ച അവസ്ഥയിൽ ഉള്ളവർ എന്നാണ്. അനന്തരാവകാശം ലഭിക്കുന്നതിനായി മരണാസന്നനായിരിക്കുന്ന പിതാവിന്റെ അടുത്തായിരിക്കുക അല്ലെങ്കിൽ പിതാവിനെ സംസ്കരിക്കുക എന്ന മൂത്ത മകന്റെ കടമ നിറവേറ്റുക, അല്ലെങ്കിൽ അക്കാലത്തെ ചില യഹൂദന്മാരെ പോലെ മരിച്ച ശേഷം അസ്ഥികൾ പുനഃസ്ഥാപിക്കുന്നതിനായി 1 വർഷത്തോളം പിതാവിന്റെ കല്ലറയ്ക്ക് സമീപം തുടരുക എന്നൊക്കെയായിരിക്കാം ആ മനുഷ്യൻ ആഗ്രഹിച്ചത്. എന്തായാലും തന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവർ യേശുവിനെ അനുഗമിച്ചുകൊണ്ട് സുവിശേഷത്തിനായി വ്യാപരിക്കുക എന്നതിന് ഉപരിയായി തന്റെ പാരമ്പര്യമോ സ്വന്തം ആഗ്രഹമോ വിലമതിക്കാൻ ആവില്ല എന്ന് യേശുവിന്റെ ഉത്തരം വ്യക്തമാക്കുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 23-27 വാക്യങ്ങളിൽ പടകിൽ യാത്ര ചെയ്യവേ കടലിൽ വെച്ച് കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിക്കുകയും ശാന്തമാക്കുകയും ചെയ്യുന്നത് നാം വായിക്കുന്നു. കർത്താവ് പ്രകൃതി ശക്തികളുടെ മേൽ കൽപ്പിപ്പാൻ അധികാരം ഉണ്ടെന്ന തന്റെ ദൈവത്വം ഈ അടയാളങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന സദൃശ്യവാക്യങ്ങളിൽ കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്ന കാര്യത്തോട് ചേർത്ത് ദൈവപുത്രന്റെ കാര്യം സൂചിപ്പിക്കുന്നത് ഇവിടെ നാം ഓർക്കുക. സദൃശ്യവാക്യം 30-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആർ, കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചവൻ ആർ, വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവൻ ആർ, ഭൂമിയുടെ അറുതികളൊക്കെയും നിയമിച്ചവൻ ആർ, അവന്റെ പേരെന്ത്, അവന്റെ മകന്റെ പേരെന്ത്. മത്തായി സുവിശേഷം 8-ന്റെ 28-34 വാക്യങ്ങളിൽ കർത്താവ് പിശാചു ബാധിതരായ 2 മനുഷ്യരെ സുഖപ്പെടുത്തുന്നതും പിശാചുക്കളുടെ മേൽ യേശുവിന്റെ അധികാരം അടിവരയിടുന്ന സംഭവങ്ങളും നാം വായിക്കുന്നു. ഈ സംഭവങ്ങൾ ആത്മീക മണ്ഡലത്തിൽ മേലുള്ള നമ്മുടെ കർത്താവിന്റെ ആധിപത്യം കാണിക്കുന്നു. ഗദരേനരുടെ ദേശത്തുണ്ടായിരുന്ന ആ 2 ഭൂതഗ്രസ്തർ ആർക്കും അതിലൂടെ വഴി നടക്കാൻ കഴിയാത്ത വിധം ഉപദ്രവം ചെയ്തിരുന്ന അത്യുഗ്രന്മാരായിരുന്നതായി നാം വായിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു ചെന്നപ്പോൾ അവർ ദൈവപുത്ര എന്ന് വിളിച്ച് ഓടി വന്ന് ശിക്ഷാവിധിക്കുവാനുള്ള സമയത്തിനു മുമ്പേ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നതായി നാം കാണുന്നു. അവർക്ക് അവർ ചോദിച്ചതുപോലെ പന്നിക്കൂട്ടത്തിലേക്ക് പൊയ്ക്കൊള്ളുവാൻ കർത്താവ് അനുവാദം കൊടുത്തപ്പോൾ അവർ പുറപ്പെട്ടു പന്നികളിലേക്ക് ചെന്നു. അവയെല്ലാം കടലിലേക്ക് ചാടി മുങ്ങിച്ചത്തു എന്ന് നാം വായിക്കുന്നു. ഇവിടെ പിശാചുക്കൾ എന്ന വീണുപോയ ദൂതന്മാരെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന മഹാന്യായവിധി നടത്തുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണെന്ന് പിശാചുക്കൾ തന്നെ പറയുന്നത് നാം വായിക്കുന്നു. പിശാചുക്കൾ ദൈവത്തെ പ്രതി പേടിച്ച് വിറയ്ക്കുന്നവരാണ് എന്ന് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 19-ലും നാം വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 8-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ അടയാളങ്ങൾ, ദൈവിക അധികാരം, കരുണ ഒക്കെ പ്രകടമാക്കുന്നു. കുഷ്ഠരോഗിയും ശതാധിപന്റെ ദാസനും അടക്കമുള്ളവരെ സുഖപ്പെടുത്തുന്നതിലൂടെ രോഗസൗഖ്യം നൽകുവാനുള്ള കർത്താവിന്റെ ശക്തി വെളിവാക്കുന്നു. പ്രകൃതിയെയും ഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നതിലൂടെ അവൻ ദൈവവും ലോകത്തിന്റെ രക്ഷകനുമാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. യേശുവിനെ അനുഗമിക്കുവാൻ വലിയ വിശ്വാസവും ആത്മസമർപ്പണവും ആവശ്യമാണ് എന്ന് ഈ അധ്യായം ഉപദേശിക്കുന്നു.